എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ CPM-നെ സംബന്ധിച്ചിടത്തോളം രണ്ട് മാരക പ്രഹരങ്ങളാണ് CPM-ന് അന്തം കമ്മികൾക്ക് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് മലയാള മനോരമ നോക്കാം. മലയാള മനോരമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സ്കൂളിന്റെ മേലെ കാണുന്നുണ്ടല്ലോ, സ്കൂളിന്റെ മേൽക്കൂര തകർന്നു, അവധി രക്ഷയായി. ഇന്നലെ ഞായറാഴ്ച സ്കൂളുള്ള ഒരു ദിവസമായിരുന്നു എങ്കിൽ മറ്റൊരു മഹാദുരന്തത്തിന് ഈ കാർത്തികപ്പള്ളി സ്കൂൾ വേദിയാവുമായിരുന്നു. സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണതാണ്. ആ കെട്ടിടത്തില് 3 ക്ലാസ് മുറികൾ നടക്കുന്നുണ്ടായിരുന്നു. ഓഫീസ് അവിടെ പ്രവർത്തിച്ചിരുന്നു, 3 ക്ലാസ് മുറികൾ അവിടെ പ്രവർത്തിച്ചിരുന്നു. ആ കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. പാഠം പഠിക്കുന്നില്ല, ഒരു പാഠവും പഠിക്കുന്നില്ല പിണറായി സർക്കാർ എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി. ഓരോ കുട്ടിയുടെയും ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ശവക്കൊതിയന്മാരായ മന്ത്രിമാര് നിങ്ങൾ നോക്കണം. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇതാ, സ്കൂളിന്റെ മേൽക്കൂര തകർന്നു, അവധി രക്ഷയായി. അപകടം ആലപ്പുഴ കാർത്തികപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ. കെട്ടിടം ഉപയോഗിച്ചിരുന്നില്ല എന്ന് അധികൃതർ പറയാണ് ആ കെട്ടിടം ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ അവിടുത്തെ രക്ഷിതാക്കൾ പറയുന്നു, കുട്ടികൾ പറയുന്നു അവിടെ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നു. കാരണം ഈ സംഭവം നടന്ന ഉടനെ തന്നെ അവിടെ പ്രവർത്തിച്ചിരുന്ന ക്ലാസുകളിൽ നിന്ന് ബെഞ്ചുകളും ഡെസ്കുകളും ഒക്കെ ഈ തൽപരകക്ഷികളായ അധ്യാപക സംഘടനകളൊക്കെ മാറ്റി. കാരണം പിണറായിയെ രക്ഷിക്കണമല്ലോ, വി ശിവൻകുട്ടിയെ രക്ഷിക്കണമല്ലോ, അന്തംഗമ്മികളെ രക്ഷിക്കണമല്ലോ. പക്ഷേ എന്താ പറയുക, നിഷ്കളങ്കരായ കുട്ടികൾ പറഞ്ഞു അവിടെ ക്ലാസ് എടുത്തിരുന്നു, അവിടെ ക്ലാസ് നടന്നിരുന്നു. രക്ഷിതാക്കൾ പറഞ്ഞു അവിടെ ക്ലാസ് നടന്നിരുന്നു. മാത്രമല്ല ബെഞ്ചും ഡെസ്കേ കൊണ്ടുപോയിട്ടുള്ളൂ മന്ദബുദ്ധികള്, മണ്ടന്മാര്. ആ ബോർഡിൽ എഴുതിയിട്ട ചോക്ക് കൊണ്ട് എഴുതിയിട്ട ആ തീയതി 15-ാം തീയതി എന്ന് പറഞ്ഞ തീയതിക്ക് പോലും അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിന്റെ തെളിവ് അവിടെ കിടക്കുന്നുണ്ട്. ഈ വാർത്ത ഇങ്ങനെയാണ് കേട്ടോ. കാർത്തികപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ പ്രധാന കെട്ടിടത്തിന്റെ ഓടുമേഞ്ഞ മേൽക്കൂര ഇന്നലെ രാവിലെ കാറ്റിലും മഴയിലും ഭാഗികമായി തകർന്നു വീണു. അവധി ദിവസമായതിനാൽ വൻ ദുരന്തമൊഴിവായി. ഫിറ്റ്നസ് ലഭിക്കാത്തതിനാൽ തകർന്ന കെട്ടിടത്തിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം, കള്ള വിശദീകരണം. എന്നാൽ വെള്ളിയാഴ്ച വരെ ഈ കെട്ടിടത്തിൽ 3 ക്ലാസ് മുറികളും സ്കൂൾ ഓഫീസും പ്രവർത്തിച്ചിരുന്നതായി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പറയുന്നു. തകർന്ന കെട്ടിടത്തിലെ നോട്ടീസ് ബോർഡിൽ 15-ാം തീയതിയിലെ ഉച്ചഭക്ഷണ മെനു എഴുതി വെച്ചിട്ടുണ്ട്. അപകടം നടന്ന ശേഷം ക്ലാസ് മുറികളിലെ ബെഞ്ചുകളും മേശകളും സ്കൂൾ അധികൃതർ എടുത്തു മാറ്റിയതാണ് എന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു. പ്രധാന അധ്യാപകന്റെ ഓഫീസ് മുറിയുടെ സമീപത്തെ മേൽക്കൂരയായിരുന്നു തകർന്നു വീണത്. ഇതാ തകർന്നു വീണ ആ കെട്ടിടത്തിന്റെ പടം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. അതായത് 3-4 ദിവസം മുമ്പാണ് സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മിഥുൻ എന്ന് പറയുന്ന ആ പാവപ്പെട്ട 8-ാം ക്ലാസ് വിദ്യാർത്ഥി മരണമടഞ്ഞത്. തീർന്നില്ല, വീണ്ടും KSEBയുടെ അനാവസ്ഥ. ഈ ഭരണകൂടം ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ജനങ്ങളെ ഓരോരുത്തരെയായി ഷോക്കടിപ്പിച്ചിട്ട് കൊല്ലുക, കെട്ടിടം ഇടിഞ്ഞു വീഴുന്നിട്ട് കൊല്ലുക. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനൊരു മുടിഞ്ഞ ഭരണം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ? അന്തംഗമ്മികളെ, നിങ്ങളോടാണ് പറയുന്നത്. ഇതാ, ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. വൈദ്യുത ലൈനിൽ പതിച്ചത് വെട്ടി നീക്കാതെ നിന്ന ഉണങ്ങിയ മരം. ഇപ്പം മന്ത്രി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഉണങ്ങിയ മരത്തിന്റെ ഉടമസ്ഥനോട് വെട്ടി നീക്കാൻ പറഞ്ഞത് വെട്ടി നീക്കിയില്ല എന്ന്. അങ്ങനെയാണല്ലോ KSEB ഇതുവരെ പ്രവർത്തിക്കുക. ഈ കർഷകനോടുള്ള വിരോധം മൂലം ഒരു പ്രത്യേക പ്രദേശത്തെ വാഴകൾ മുഴുവനും വെട്ടി നശിപ്പിച്ചതാണ്. ഈ ഇലക്ട്രിക് ലൈനിന്റെ താഴെ വാഴത്തോട്ടമുണ്ട്. ആ വാഴയില ഈ എന്താ പറയാ ഇലക്ട്രിക് ലൈനിന്റെ അടുത്ത് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാഴകൾ മുഴുവൻ വെട്ടി നശിപ്പിച്ചതാണ്. എന്നിട്ടാ പറയുന്നത് 18 മീറ്റർ ഉയരത്തിലൊക്കെ കേരളത്തിൽ വാഴകൾ ഉണ്ടാവും എന്ന് പറയുന്ന വാഴയാണ് ഈ മന്ത്രി. ആ മന്ത്രി മാത്രമല്ല, കേരളത്തിൽ 21 വാഴകളും നെടും വാഴയും ഒരു കൂറ്റൻ വാഴയും തലപോയ വാഴകൾ അവരാണ് കേരളം ഭരിക്കുന്നത്. എന്നിട്ടാണ് ഒരു കുരുന്നിനെ കൂടി കൊന്നത്. അക്ഷയ് എന്ന് പറയുന്ന കുട്ടി വൈദ്യുത ലൈനിലേക്ക് ഒടിഞ്ഞു വീണ മരത്തിൽ ബൈക്കിടിച്ച് തെറിച്ച വിദ്യാർത്ഥി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. ഇതാ മറ്റൊന്ന്, പൊട്ടി വീണ വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഈ വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഒരു ദിവസം 2 പേര് മരിക്കുന്നു. 3 ദിവസം മുമ്പാണ് മറ്റൊരു വിദ്യാർത്ഥി സ്കൂളിൽ വെച്ച് മരിക്കുന്നത്. ഈ വർഷം തന്നെ എത്ര പേരാണ് ഈ വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്നത്? വൈദ്യുതി മന്ത്രിയുണ്ട്.
ഒന്നും ഏൽക്കുന്നില്ല, ഒന്നും ഏൽക്കുന്നില്ല. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവം, എല്ലാ ദിവസവും കേരളത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഈ കേരളത്തിൽ എങ്ങനെയാണ് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുക? ഞങ്ങൾ വരും എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് വന്നവരാണ്, വരുത്തിയവരാണ്. മറ്റൊന്നുതാ ഏറ്റവും രസകരമായ ഒരു വാർത്ത. ആവശ്യങ്ങളുമായി മുഖ്യമന്ത്രി പിന്തുണ അറിയിച്ച് ഗവർണർ അർലേക്കറും പിണറായി വിജയനും കെട്ടിപ്പിടിക്കുന്നു. എന്തൊരു സൗഹൃദം! SFI മൊണ്ണന്മാരൊന്നും ഇവിടെ ഇല്ലല്ലോ അല്ലേ? എന്തായിരുന്നു ഒരാഴ്ചക്കാലം കേരളത്തിൽ നടന്നത്? നായാട്ട് തേർവാഴ്ച ആയിരുന്നില്ലേ SFI ഗുണ്ടകളുടെ? എന്തായിരുന്നു നിങ്ങളുടെ ആവശ്യം? വല്ലതും നടത്തി കിട്ടിയോ? കെട്ടിപ്പിടിക്കുന്നു നിങ്ങളുടെ ഗവർണർ. നിങ്ങൾ ഇവിടെ കയറ്റില്ല, കയറില്ല, നിങ്ങളെ ഭാരതാംബയും കൊണ്ട് നാടുവിട്ടോ തുടങ്ങിയ എന്തൊക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞത്? എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം? ഇപ്പൊ തീർന്നോ? മുഖ്യമന്ത്രി വന്നു, ഗവർണറും മുഖ്യമന്ത്രിയും എന്തൊരു സ്നേഹം, എന്തൊരു ആദരവ്! കെട്ടിപ്പിടിക്കുന്നു, പൊന്നാട അണിയിക്കുന്നു, ഉപഹാരങ്ങൾ കൈമാറുന്നു, ചായ കുടിക്കുന്നു. അടികൊണ്ട അന്തംഗമ്മികൾ, അടികൊണ്ട SFI അടിമകൾ. എന്താണ് ശിവപ്രസാദോ അങ്ങനെ ഒരു മൊണ്ണൻ ഉണ്ടായിരുന്നില്ല, ഒരു മൊണ്ണൻ SFI നേതാവ്. എന്തൊക്കെയായിരുന്നു വീരവാദങ്ങൾ! അവനെ കാണാനില്ല. അത്തരം വാർത്തകൾ അന്തംഗമികൾ വായിക്കണം. മലയാള മനോരമയുടെ 1-ാം പേജ്. ഞാൻ പ്രധാനപ്പെട്ട 2 വാർത്തകളുടെ കാര്യം പറയുന്നുള്ളേ. ഈ മാധ്യമ പത്രവും ഇതേപോലെ തന്നെ ഏറ്റവും മുകളിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. ആ പടവും കൊടുത്തിട്ടുണ്ട്. അവധി ദിനമായതിനാൽ വൻ ദുരന്തം ഒഴിവായി, മാധ്യമവും പറയുന്നു. സംഭവം ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ ക്ലാസ് നടക്കാത്ത കെട്ടിടമെന്ന് സ്കൂൾ അധികൃതർ. ക്ലാസ് നടക്കാറുണ്ടായിരുന്നു എന്ന ആക്ഷേപമല്ല, അത് ശരിയാണ്. കൊച്ചുകുട്ടികൾ കള്ളത്തരം പറയില്ലല്ലോ. മുഖ്യമന്ത്രിയും നമ്മുടെ ഗവർണറും രാജ്ഭവനിൽ കൂടിക്കാഴ്ചക്കെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സ്വീകരിക്കുന്നു. പിണറായി വിജയന്റെ മുഖത്ത് എന്തൊരു ചിരി, അർലേക്കറിന്റെ മുഖത്തും എന്തൊരു ചിരി. അടികിട്ടിയ SFI അടിമകള് ആശുപത്രിയിൽ നിന്ന് ഇപ്പോഴും വേദന അനുഭവിക്കുന്നുണ്ടല്ലേ ശിവപ്രസാദേ? ഇങ്ങനെ ഇത്രയും ലോകമണ്ടന്മാര് ഈ കേരളത്തിൽ ഉണ്ടോന്ന് ആലോചിക്കുകയാണ്. ശിവപ്രസാദ് എന്ന് പറയുന്ന SFIയുടെ നേതാവ് പോയി ചത്തുടണം. നിങ്ങൾക്കൊക്കെ കണ്ടു മടങ്ങി. ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച തലക്കെട്ട്. ഷോക്കേറ്റ് 2 മരണം. പൊട്ടി വീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 2 മരണം. തിരുവനന്തപുരം നെടുമങ്ങാട്ടും കോഴിക്കോട് കൊയിലാണ്ടിയിലുമാണ് ദുരന്തം. നമുക്ക് അടുത്ത പത്രം നോക്കാം. കേരള കൗമുദി പറയുന്നത് 2 ജീവൻ കൂടിയെടുത്ത് KSEB അനാസ്ഥ. സമവായ പാതയിൽ മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച. സമവായ പാതയിൽ SFIക്കാരുടെ സമരാവിയായി, പവനായി, ശവമായി എന്നൊക്കെ പറയുന്ന പോലെ SFI തീർന്നു. നേതാക്കൾ പറയുമ്പോൾ ഇങ്ങനെ സമരം ചെയ്യുക, അടി വാങ്ങുക, എന്നിട്ട് പത്രക്കാരുടെ മുമ്പിൽ ഭയങ്കര ഷോ നടത്തുക. ആ ഷോ ആയിരുന്നു ഷോയുടെ ആള്. കൊലച്ചി നിനക്ക് എന്താ പറയാ, തന്തയില്ലാത്ത മക്കളെ ഉണ്ടാക്കി തെരുമടി എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു പണ്ട് ഇവരുടെ നേതാവ്. ഇപ്പൊ വേറൊരു ശവമാണ്. പറയിപ്പിക്കണ്ട. SFI എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആവേശമായിരുന്നു ഒരു കാലത്ത്. ഇപ്പോ വലിയ സഖാക്കന്മാർ പറയുന്നത് കേട്ടോ, ചുടിചോറ് മാറ്റുന്ന കൊരങ്ങന്മാര്. പറയിപ്പിക്കണ്ട. സമവായ പാതയിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഉപാധിയാക്കി ഗവർണർ. താൽക്കാലിക VC-മാരെ പുറത്താക്കിയതിൽ അപ്പീൽ. അങ്ങനെ പോകുന്നു. ഗവർണറും മുഖ്യമന്ത്രിയെ ഗവർണർ ഇങ്ങനെ എന്താ പറയാ, പൊന്നാട ചാർത്തുകയാണ്. ഈ സ്കൂള് തകർന്നു വീണ വാർത്ത കേരള കൗമുദി കൊടുത്തിരിക്കുന്നത് എവിടെയാണെന്നറിയോ? 9-ാമത്തെ പേജ്. സ്കൂൾ കെട്ടിടത്തിന്റെ 9-ാമത്തെ പേര് വളരെ ടോപ്പ് തന്നെ. സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. ഒക്കൽ ഗവൺമെന്റ് LP സ്കൂളിലെ മതിൽ തകർന്നു. അങ്ങനെ വേറെ വാർത്ത കൂടിയുണ്ട്. അങ്ങനെ കേരള കൗമുദിയുമായി ഇനി നമുക്ക് മാതൃഭൂമി നോക്കാം. മാതൃഭൂമിയിൽ ഇതേപോലെ തന്നെ വെടി നിർത്തി എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച. വെടി നിർത്തി. എന്തിനായിരുന്നു വെടി പൊട്ടിച്ചതെന്ന് ദൈവം തമ്പുരാൻ അറിയാം. എന്തിനായിരുന്നു വെടി പൊട്ടിച്ചത്? അവസാനം എന്താ? വെടി നിർത്തി. ഭാരതാംബ വിവാദം ഒഴിവാക്കണമായിരുന്നു എന്ന് ഗവർണർ പറയുന്നു. VC നിയമനങ്ങളിൽ കൂടിയാലോചന വേണമെന്ന് മുഖ്യമന്ത്രിയും പറയുന്നു. രണ്ടാളും ബൈ വിളിച്ച് കെട്ടിപ്പിടിച്ചു. ഈ ഷോക്കേറ്റ് മരണം. വീണ്ടും വൈദ്യുതി വകുപ്പിന്റെ ഷോക്ക്. വൈദ്യുതി കമ്പി ബൈക്കിൽ വീണ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം.
പൊട്ടി വീണ വൈദ്യുത ലൈനിൽ തട്ടി സ്ത്രീ മരിച്ചു. 2 മരണങ്ങൾ ഒന്നാം പേജിൽ തന്നെ മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. ഇനി ആ സ്കൂൾ തകർന്ന വാർത്ത മാതൃഭൂമി എന്താണെന്നറിയില്ല, മാതൃഭൂമി അത് വേണ്ട രീതിയിൽ അത് കൊടുത്തിട്ടില്ല. പക്ഷെ എങ്കിലും 7-ാം പേജിൽ ആ വാർത്തയുണ്ട്. ഇങ്ങനെയാണത് 7-ാം പേജിൽ താഴെയാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ പിണറായി പേടിയുണ്ടാവും, അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. ഇതാ, കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ മേൽക്കൂര തകർന്നു വീണു. കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രധാന അധ്യാപകന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിട വരാന്തയുടെ മേൽക്കൂര തകർന്നു വീണു. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. പ്രവൃത്തി ദിനമല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി എന്ന് പറയുന്ന വാർത്ത താഴെയാണെങ്കിലും മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഏത് പത്രം കാണാനുള്ളത്? ഒരു പത്രം കൂടി ഉണ്ടല്ലോ. യെസ്, ഇതാ നമ്മുടെ സ്വന്തം പത്രം ദേശാഭിമാനി. ദേശാഭിമാനിയിൽ നിങ്ങൾ എത്ര തിരഞ്ഞാലും ആ വാർത്ത കാണില്ല. സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണിട്ടുമില്ല, അങ്ങനെ ഒരു കാർത്തികപ്പള്ളിയും ഇല്ല, ആലപ്പുഴയും ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഒരു ഷോക്കേറ്റ് മരണം, ഈ ഷോക്കേറ്റ് മരണം ഒരു മരണം മാത്രം ഉള്ളിലുണ്ട് കേട്ടോ. ഒരു മരണം, ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു എന്നുള്ളൊരു വാർത്ത ഈ 2-ാം പേജിൽ ടോപ്പിലുണ്ട്. ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു, എവിടുന്ന് എങ്ങനെ ഒന്നുമില്ല, ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു, അത് അവിടെ കിടക്കട്ടെ. ഇതാണ് നമ്മുടെ ഗോവിന്ദൻ മാഷ്, നമ്മുടെ അപ്പം ഗോവിന്ദൻ പറഞ്ഞല്ലോ, ഈ പത്രം വായിക്കണം, ഈ പത്രം വായിച്ചാലേ നമുക്ക് വിവരങ്ങൾ അറിയുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് ഈ ദേശാഭിമാനി വായിക്കുന്ന ആൾക്കാര് അവരാണ് യഥാർത്ഥത്തിൽ വിവരമുള്ള ആൾക്കാർ. കാരണം മറ്റൊന്നും ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച 4 പത്രങ്ങളും നൽകിയ വാർത്തകൾ അതൊന്നും ശരിയല്ല. കാർത്തികപ്പള്ളി എന്നുള്ള സ്ഥലം കേരളത്തിൽ ഇല്ല. എവിടെ കാർത്തികപ്പള്ളി? അവിടെ സ്കൂളോ? എന്ത് സ്കൂള്? ഏത് സ്കൂള്? മേൽക്കൂര തകർന്നു. ഏത് മേൽക്കൂര? എന്ത് മേൽക്കൂര? ഏറ്റവും വലിയ രസം എന്താണെന്ന് പറയാം, അവിടെ തകർന്നിട്ട് അവിടെ ഈ പ്രതിഷേധവുമായി പ്രതിപക്ഷമെത്തി. നമ്മുടെ കോൺഗ്രസ് യുവജന വിഭാഗം, യൂത്ത് കോൺഗ്രസ്സുകാരെത്തി, നമ്മുടെ BJP-ക്കാരെത്തി. പക്ഷെ അവിടെ ഇവര് പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോഴത്തേക്ക് അന്തംഗമികളെത്തി, സഖാക്കളെത്തിയിട്ട് ഇവരെ പിടിച്ച് അടിയായിരുന്നു രക്ഷാപ്രവർത്തനം. പണ്ട് രക്ഷാപ്രവർത്തനം നടന്നല്ലോ. പിണറായി വിജയനെതിരെ കരിങ്കോടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലമണ്ട അടിച്ചു പൊട്ടിച്ച പോലെ ഈ ഹെൽമറ്റും ചെടിച്ചട്ടിയും ഒക്കെയായി, ഹെൽമറ്റും ചെടിച്ചട്ടിയും കിട്ടിയില്ല എന്ന് തോന്നുന്നു, പക്ഷെ കയ്യിൽ കിട്ടിയ മാരകായുധങ്ങളുമായി ഇവരെ ആക്രമിക്കാനെത്തി. അവിടെ ഭയങ്കര പ്രശ്നമായി. എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കാൻ പാടില്ല. ഞങ്ങളെ ഇവിടെ സ്കൂളൊക്കെ തകരും, കുട്ടികളൊക്കെ മരിക്കും, എല്ലാ ദിവസവും കുട്ടികളൊക്കെ മരിക്കും, അതിനിപ്പോ എന്താ? ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കുന്നില്ലേ? പോക്കറ്റ് മണി കൊടുക്കുന്നില്ലേ? അപ്പൊ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോ കുട്ടീനെ കൊന്നൂടെ? എന്താ പ്രശ്നം? ആ വീട്ടുകാർക്ക് ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താ? ഞാൻ വെറുതെ പറയില്ല. ഇതാ ദേശാഭിമാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ദേശാഭിമാനിയുടെ ഈ ഒരു കോളത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പത്രം കയ്യിൽ കിട്ടിയാൽ ഈ പത്രം നമുക്ക് കത്തിക്കാൻ തോന്നുന്ന, കത്തിച്ച് വെണ്ണീരാക്കാൻ തോന്നുന്ന ഒരു വാർത്ത. അന്തംഗമികൾ ചൊറിയണ്ട, പരസ്പരം ചൊറിഞ്ഞിട്ട് ഈ വാർത്ത ഒന്ന് വായിക്കുക. നിങ്ങൾ ഈ പത്രം വായിക്കാൻ, ഈ പത്രം ദേശാഭിമാനി എല്ലാ ദിവസവും വാങ്ങുന്നത് ഇതിലെ ഈ വിഡ്ഢിത്തരങ്ങൾ, ഇതിലെ കോപ്രായങ്ങൾ, ഇതിലെ തോന്നിവാസങ്ങൾ, ഇതിലെ കള്ളങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. വാർത്ത അറിയാനും മനസ്സിലാക്കാനുന്നില്ല. ഇവര് പറയുന്ന ആനക്കള്ളങ്ങൾ അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ പറ. അന്തംഗമ്മികള്, പിണറായി വിജയന്റെ അമേദ്യം 4 നേരവും ഉരുട്ടി തിന്നുന്നവര് നിങ്ങൾക്ക് വല്ല ചൊറിയുന്നുണ്ടെങ്കിൽ പറയണം ഞാൻ പറയുന്നത് തെറ്റാണെന്ന്. ഇതാ ഈ വാർത്ത ഒന്ന് വായിക്കണം. അതായത് നമ്മുടെ മിഥുൻ ഉണ്ടല്ലോ, പാവപ്പെട്ട 8-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി, നമ്മുടെ ശിവൻകുട്ടിയും നമ്മുടെ കൃഷ്ണൻകുട്ടിയും ശിവൻകുട്ടിയും രണ്ട് കുട്ടിമാര് സംയുക്തമായി കൊലപ്പെടുത്തിയ, ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയും KSEB മന്ത്രിയായ കൃഷ്ണൻകുട്ടിയും രണ്ടുപേരും കൂടി അരുങ്കല നടത്തിയ പാവപ്പെട്ട കുട്ടി. ആ കുട്ടിയുടെ പടം കൊടുത്തിട്ട് ഇവര് എഴുതിയാണെന്നറിയോ? സർക്കാർ ഞങ്ങൾക്കൊപ്പമുണ്ട്, ഇനിയും കൂടെ ഉണ്ടാവും. ആരെ പറയുന്നതെന്നറിയോ? ഈ കുട്ടിയുടെ അച്ഛൻ പറയാണ്. ഈ സർക്കാരാണ് തങ്ങളുടെ പൊന്നോമനെ കൊന്നത് എന്ന് ഈ ലോകത്ത്, ഈ മലയാളത്തിൽ, അല്ലെങ്കിൽ ഈ നാട്ടിലെ സകലമാന ആളുകൾക്ക് മനസ്സിലായതാണ്. മിഥുൻ എന്ന് പറയുന്ന കുട്ടിയുടെ മരണത്തിന് കാരണം KSEB-യുടെ അനാസ്ഥയാണ്. ഈ സഖാക്കള് മാനേജ്മെന്റ് ആയിരിക്കുന്ന സ്കൂളിന്റെ അനാസ്ഥയാണ്, വിദ്യാഭ്യാസ വകുപ്പിന്റെ അനാസ്ഥയാണ്. ഈ 2 അനാസ്ഥകളെ കൊണ്ടാണ്. മാത്രമല്ല, നമുക്ക് ആ പഞ്ചായത്ത് അധികൃതരുടെ, അവിടെ ഭരിക്കുന്നത് UDF ആണത്രേ.
UDF ഭരിക്കുന്ന ആ പഞ്ചായത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നടത്തിയ ആ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്റെ ഇവരുടെയൊക്കെ അനാസ്ഥ കൊണ്ടാണ് ഈ ഈ ഈ ഒരു ദാരുണമായ മരണമുണ്ടായത്. എന്നിട്ട് ഈ കുട്ടിയുടെ അച്ഛന്റെ പടം കൊടുത്തിട്ട് മിഥുന്റെ അച്ഛൻ മനോജ് എന്നിട്ട് പറയണ വാർത്ത ഒരുപക്ഷെ 2025 എന്നെ ഞെട്ടിപ്പിച്ച വാർത്തയാണ് ഇത് കേട്ടോ. ആ വാർത്ത എങ്ങനെയാണ്? സർക്കാർ ഞങ്ങൾക്കൊപ്പമുണ്ട്, ഇനിയും കൂടെ ഉണ്ടാവും. ഈ കുട്ടിയുടെ അച്ഛൻ പറയാണ്, തങ്ങളുടെ മകനെ കൊന്ന ഒരു സർക്കാരിനെ കുറിച്ച് അച്ഛൻ പറയാണ്, ഞങ്ങൾ സർക്കാരിന്റെ കൂടെയാണ്, ഇനിയും കൂടെ ഉണ്ടാവും. ഞാൻ പെട്ടെന്ന് ഈ തലക്കെട്ട് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ എന്താണെന്നറിയോ, നമ്മുടെ ADM ഉണ്ടല്ലോ, കണ്ണൂരിലെ ADM ആയിരുന്ന നവീൻ ബാബുവിന് ഇതേപോലെ PP ദിവ്യ എന്ന് പറയുന്ന ഒരു രാക്ഷസി എന്ത് ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ PP ദിവ്യ വഴിയ പുണ്യാളത്തിയാണ്. PP ദിവ്യയാണ് ഇപ്പം ഈ കാസർഗോഡൊക്കെ ആഗസ്റ്റ് 15 വരെ നടത്തുന്ന എന്തോ ചില പ്രകടനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുന്നത് PP ദിവ്യയാണ്. PP നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് ഈ ലോകത്തിലെ എല്ലാവർക്കും അറിയാം, അന്തംഗമ്മികൾക്ക് ഒഴിച്ച്. ഈ നവീൻ ബാബുവിന്റെ ഭാര്യ പറയാണ്, ഞങ്ങള് സർക്കാരിന്റെ കൂടെയാണ്, ഞങ്ങൾ ഇനിയും സർക്കാരിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറയൂ. KK രമ അറിയാലോ, TP ചന്ദ്രശേഖരന്റെ ഭാര്യയായ KK രമ പറയാന്ന് വിചാരിക്കുക, ഞാൻ പിണറായി വിജയന്റെ കൂടെയാണ്, ഞാൻ ഇടതുപക്ഷ സർക്കാരിന്റെ കൂടെയാണ്, ഞാൻ അന്തംഗമ്മികളുടെ കൂടെയാണ്, ഞാൻ ഇനിയും നിൽക്കും എന്ന് KK രമ പറയൂ. നവീൻ ബാബുവിന്റെ ഭാര്യ പറയൂ. പക്ഷെ ഇതാ ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നു, ഞങ്ങള് ആരുടെ കൂടിയാണ്? ഞങ്ങള് പിണറായി വിജയൻ സർക്കാരിന്റെ കൂടെയാണ്, എല്ലാ കാലത്തും ഉണ്ടാവും. ഇനി ഒരു മോൻ കൂടിയുണ്ട് ഈ തന്തയ്ക്ക്. എന്നിട്ടാണ് ഈ തന്ത പറയുന്നത് ഞാൻ കൂടെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഈ മനുഷ്യനെ കുറ്റപ്പെടുത്തണ്ട. ഇതൊക്കെ PR വർക്ക് നടത്തുന്ന ഇടനിലക്കാരായ ടീം ഈ മനുഷ്യനെ ഭീഷണിപ്പെടുത്തി, ഈ മനുഷ്യനെ പ്രലോഭിക്കുന്നതുകൊണ്ട് മാത്രം ഒരു അച്ഛനൊന്നും ഇങ്ങനെ പറയില്ല. ഭീഷണിയായിരിക്കാം, ഇല്ലെങ്കിൽ കൊന്നുകളയെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ കൊന്നുകളയും, നിന്നെയും നിന്റെ ഈ പറയുന്ന അനിയനെയും നിന്റെ ഭാര്യയെയും കൊല്ലുമെന്ന് TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്നവർക്ക് ഇതൊക്കെ പറയാം. ആ വാർത്ത, സർക്കാർ ഇതുവരെ ഞങ്ങൾക്കൊപ്പമുണ്ട്. ഈ അച്ഛൻ പറയാൻ കേട്ടോ, സർക്കാർ ഇതുവരെ ഞങ്ങൾക്കൊപ്പമുണ്ട്. ഏതുവരെ? തങ്ങളുടെ മകനെ മരണത്തിലേക്ക് നയിച്ച ആ ഇലക്ട്രിക് കമ്പി ഇങ്ങനെ ആ കെട്ടിടത്തിന്റെ മുകളിൽ 88 സെന്റിമീറ്റർ മാത്രം ഉയരത്തിലൂടെ കടന്നുപോയ ആ സംവിധാനം ഒരുക്കിയ, തങ്ങളുടെ മകനെ കൊന്ന ആ സംവിധാനത്തിനൊപ്പം ഞങ്ങളുണ്ട് എന്ന് ഈ മനുഷ്യൻ പറയാണ്. സർക്കാർ ഇതുവരെ ഞങ്ങൾക്കൊപ്പമുണ്ട്, ഇനിയും കൂടെ ഉണ്ടാവും. ഇനി എന്തൊക്കെ ചെയ്താലും ഞങ്ങളത് ഈ ഇളയ മകനുണ്ട്, ഈ ഇളയ മകനെ കൊന്നാലും ഞങ്ങൾ എന്താവും, നിങ്ങൾ കൂടെ ഉണ്ടാവും. ഇമാതിരി അന്തംഗമ്മികളുടെ ഒരു നാട് ഇവിടെ ജീവിക്കുന്ന നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയട്ടെ. കഷ്ടം എന്നല്ലാതെ എന്താ പറയേണ്ടത്? ഇനിയും കൂടെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. നടപടികളിൽ തൃപ്തിയുണ്ട്. എന്ത് നടപടിയിലാണ് തൃപ്തി? തന്തക്ക് മോനെ കൊന്നതിലോ, അല്ലെങ്കിൽ ഈ 5 ലക്ഷവും 10 ലക്ഷവും കിട്ടിയിട്ടോ? 3 ലക്ഷം രൂപ ആദ്യം കൊടുത്തു, പിന്നെ 10 ലക്ഷം രൂപ ഈ മാനേജ്മെന്റ് വേറൊരു 10 ലക്ഷം കൊടുക്കുന്നു, ഇനി ഒരു 5 ലക്ഷം കൊടുക്കാൻ പോകുന്നു. 20-25 ലക്ഷം കിട്ടിയിട്ടാണോ ഈ തന്ത അങ്ങനെ പറയുന്നത്? നടപടികളിൽ തൃപ്തിയുണ്ടത്രേ. മന്ത്രിമാർ ഒപ്പം നിന്നു. ഈ ഉളുപ്പില്ലാത്തവൻ പറയാണ്, മന്ത്രിമാർ ഒപ്പം നിന്നു. സോറി, ഞാൻ ഈ വീണ്ടും ഈ മനുഷ്യനെ കുറ്റപ്പെടുത്തി പോവുകയാണ്. ഒന്നും വിചാരിക്കരുത്, ഈ മനുഷ്യനെ അല്ല കുറ്റപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഇയാളിനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പോലെ അറിയില്ല കേട്ടോ. കാരണം കള്ളം എഴുതുന്ന പത്രമാണ്. ഇവര് ഇത് കാണിച്ചിട്ടാണ് വോട്ട് പിടിക്കുക. ഇതാ അടുത്ത തവണ എങ്ങനെയായിരിക്കും വോട്ട് പിടിക്കുക? ഇതാ മിഥുന്റെ അച്ഛൻ പറയുന്നു, ഞങ്ങൾക്കൊന്ന മിഥുന്റെ അച്ഛൻ പറയുന്നു ഞങ്ങൾക്കൊപ്പമാണ്, ഇനിയും ഞങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കും. അതുകൊണ്ട് വോട്ട് ആർക്ക് ചെയ്യുക? ഇടതുപക്ഷ മുന്നണിക്ക് വീണ്ടും വോട്ട് ചെയ്യുക. മൂന്നാമത് ഞങ്ങൾ അധികാരത്തിലേറ്റാ ഓരോ വീട്ടിലെയും ഓരോ കുട്ടിയെയും ഞങ്ങൾ അരിങ്കൊല ചെയ്യും. എന്നിട്ട് ഞങ്ങൾ അവർക്ക് പോക്കറ്റ് മണി കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഞങ്ങൾക്കൊപ്പം നിൽക്കും. അറിയാലോ, കിറ്റ് കൊടുത്ത് 2ാം തവണ അധികാരത്തിൽ വന്ന കേമന്മാരാണ്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഞായറാഴ്ച രാവിലെയും വിളിച്ചിരുന്നു. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ അച്ഛൻ പടിഞ്ഞാറെ കല്ലട വലിയ പാടം മനുഭവനിൽ M മനോജിന്റെ വാക്കുകളിൽ ആത്മവിശ്വാസം. ശിവൻകുട്ടി വിളിച്ചിരുന്നു അത്രേ.
മോനെ കൊന്നിട്ട് വിളിച്ചു അത്രേ. അതുകൊണ്ട് ഇയാൾക്ക് ഭയങ്കര സന്തോഷം. ഇനിയും കൂടെ തന്നെ ഉണ്ട് എന്നാ പറയുന്നത്. ഞങ്ങൾക്ക് നഷ്ടമായത് മകനെയാണ്, അതിന് പകരം വെക്കാൻ ഒന്നുമില്ല. സർക്കാർ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. KSEB 5 ലക്ഷം രൂപ തന്നു, വീട് വെച്ച് തരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. മനോജ് പറഞ്ഞു. ഈ അച്ഛൻ പറയാണ് മോന്റെ ഓർമ്മകൾക്കൊപ്പം ജീവിക്കണം, ഇളയവനെ നല്ല നിലയിൽ പഠിപ്പിക്കാൻ സർക്കാർ സഹായം വേണം. ആശ്വസിപ്പിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. മിഥുന്റെ അമ്മ സുജ പറഞ്ഞു. ഇനി അതും കൂടി ആയ പൂർണ്ണമായി. അമ്മ സുജയും പറയുന്നു ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി. ഇതൊന്നും ഇവര് പറഞ്ഞതല്ല, ഇവര് പറഞ്ഞതായിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവര് പറഞ്ഞതായിരിക്കില്ല. ഇത് ഈ പത്രം ചെയ്ത കൊടും ക്രൂരതയാണ്. കാരണം ഇനി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പത്രത്തിലെ ഏറ്റവും വലിയ തലക്കെട്ട്, നിങ്ങൾ ഈ ദേശാഭിമാനി സ്ഥിരം കാണുന്നവരുണ്ടെങ്കിലേ ഇത്ര വലിയ തലക്കെട്ട് അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ചുവന്ന സ്ട്രിപ്പിൽ യൂത്ത് കോൺഗ്രസുകാർ ആംബുലൻസ് തടഞ്ഞു. മഹാകഷ്ടം കേട്ടോ. യൂത്ത് കോൺഗ്രസുകാർ ആംബുലൻസ് തടഞ്ഞു. ആദിവാസി യുവാവ് ചികിത്സ വൈകി മരിച്ചു. വിതുരയിലാണ് കൊടും ക്രൂരത. ബന്ധുക്കൾ കേണപേക്ഷിച്ചിട്ടും ദയ കാട്ടിയില്ല. വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെന്ന് തെളിവ് നൽകിയിട്ടും സമര ആഭാസം. കേസെടുത്തു. എന്താ തോന്നുന്നത് നിങ്ങൾക്ക്? ഇങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാര്, അതായത് ഒരു ആംബുലൻസിൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരു രോഗിയെ ആശുപത്രിയിലേക്ക്, അതായത് ഈ പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആംബുലൻസിൽ കയറ്റിയപ്പോൾ നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാർ വന്നാണ്ട് തടഞ്ഞു. ആശുപത്രി ആംബുലൻസിൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യൻ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇയാളെ ഇവിടെ ഇത്തരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കണം. പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാർ വിടുന്നില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യുന്നു, തടയുന്നു. അങ്ങനെ ആ മനുഷ്യനെ കൊന്നു. ദേശാഭിമാനി പറയുന്ന ഇന്നത്തെ ഏറ്റവും വലിയ കള്ളക്കഥ. കുറച്ചു മുമ്പാണ് TV-യില് ഈ മരിച്ചുപോയ മനുഷ്യന്റെ ബന്ധുക്കൾ, സഹോദരൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ വാർത്താ ചാനലിൽ പറയുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ സമരം നടന്നിരുന്നു. ആ പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിന്റെ ആംബുലൻസ് ഒരു പന്ന ആംബുലൻസ് ആണ്. എന്താ പറയാ, അത് രോഗിയെയും കൊണ്ട് ഒരിക്കലും പോകാൻ പറ്റില്ല. അപകടാവസ്ഥയിലുള്ള ആംബുലൻസ് ആണ്. അതിന്റെ ചക്രങ്ങളൊക്കെ ടയറുകളൊക്കെ തേഞ്ഞിരുന്നു. അത് ആ അപകട നിലയിലുള്ള ആംബുലൻസ് ആണ്. ആ ആംബുലൻസ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ സമരം നടത്തിയിരുന്നു. അത് ശരിയാണ്, സമരം നടത്തിയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു രോഗി, അയാള് ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് കേട്ടോ. ഈ മനുഷ്യൻ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു മനുഷ്യനെ ജീവന്റെയും മരണത്തിന്റെയും ഇടയിൽ വെച്ച് ഈ പ്രാഥമിക ആശുപത്രിയിൽ എത്തിച്ചതാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രാഥമികമായ ചികിത്സകളൊക്കെ നൽകി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴാണ് ഇവർ സമരം നടത്തുന്നത്. അപ്പൊ സമരം നടത്തുന്ന ആൾക്കാരോട് ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ഈ സമരക്കാര് തന്നെയാണ് ഈ മനുഷ്യനെ സ്ട്രെച്ചറിൽ താങ്ങിപ്പിടിച്ച് ആംബുലൻസിൽ കൊണ്ട് കിടത്തി ആ ആംബുലൻസ് വിട്ടത്. ഈ സമരക്കാര് ഈ പറയുന്ന മനുഷ്യനെ, ഈ പറയുന്ന രോഗിയെ, മരണാസന്നനായ വ്യക്തിയെ തടഞ്ഞിട്ടില്ല. ഇത് ഞാൻ പറയുന്നതല്ല. ഇന്നത്തെ പ്രധാനപ്പെട്ട TV ചാനലുകളിലൊക്കെ ഈ മരണപ്പെട്ട ആളിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നു കള്ളക്കഥയാണ്. ദേശാഭിമാനിയുടെ ഈ വാർത്ത എന്ന് പറയുന്നത് എല്ലാ ദിവസവും കള്ളം പറയുന്ന പത്രമായതുകൊണ്ട് അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഏറ്റവും വലിയ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു തലക്കെട്ട് കൊടുത്തൊന്ന് ആലോചിച്ച് നോക്കണം. ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ഉളുപ്പില്ലാത്ത ആൾക്കാരായതുകൊണ്ട് അവർ വലിയ പ്രതിഷേധം നടത്തിയില്ല കേട്ടോ. അത് മണ്ടന്മാര് അത് വേറൊരു കഥ, വേറൊരു ജനുസാണത്. വേറെ വല്ലവരാണെങ്കിൽ അടിച്ച് ഇമ്മാതിരി പരിപാടി നടത്തരുതെന്ന് പറയണം. ഈ പത്രം നാളെ ഇറങ്ങരുത്. പത്രം എന്ന് പറയുന്നത് ഇങ്ങനെ തോന്നിയാൽ എഴുതാനാണ്, കള്ളത്തരം എഴുതാനാണോ പത്രം എന്ന് പറയുന്നത്? ഈ വാർത്ത നോക്കണം. അതിന്റെ വലിയ തമാശയാണത്. മരിച്ച ബിനുവിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് യൂത്ത് കോൺഗ്രസുകാർ ആംബുലൻസ് തടഞ്ഞതിനാൽ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയ ആദിവാസി യുവാവ് ചികിത്സ കിട്ടാതെ ദാരുണമായി മരിച്ചു. എന്തൊരു വാർത്ത അല്ലേ? വിതുര കല്ലൻകുടി ആര്യഭവനിൽ ബിനു 44 വയസ്സ് ആണ് മരിച്ചത്.
ശനിയാഴ്ച പകലാണ് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത അരങ്ങേറിയത്. കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത അരങ്ങേറിയത്. എന്തൊരു വാർത്താ അവതരണമാണെന്ന് നോക്കണേ. ഇതൊക്കെ വായിച്ചു വരുമ്പോൾ നമ്മൾ വിചാരിച്ചു, യൂത്ത് കോൺഗ്രസ്സുകാർ കണ്ണിൽ ചോരയില്ലാത്ത നരാധവന്മാർ അല്ലേ. ശനി പകൽ 2:30 ആസിഡ് ഉള്ളിൽ ചെന്ന നിലയിൽ ബിനുവിനെ വിതുര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആംബുലൻസിൽ അടിയന്തരമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങവെയാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആംബുലൻസ് തടഞ്ഞത്. ആദ്യത്തെ കള്ളം വരുന്നു. യൂത്ത് കോൺഗ്രസ്സുകാരോട് ആംബുലൻസ് തടഞ്ഞിരുന്നു. പക്ഷേ ഈ ആംബുലൻസിൽ ഈ രോഗിയെ കയറ്റണമെന്ന അവസ്ഥ വന്നപ്പോൾ ഇവര് തന്നെ കയറ്റിയാണ് ഇവര് തന്നെ കൊണ്ടുപോയി. അല്ലാതെ രോഗിയെ കയറ്റി ആംബുലൻസ് യൂത്ത് കോൺഗ്രസ്സുകാർ തടഞ്ഞിട്ടില്ല. വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് ആരോപിച്ചായിരുന്നു ജീവൻ വെച്ചുള്ള മനുഷ്യത്വരഹിതമായ ക്രൂരത. വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതിനെതിരെയാണ് സമരം. പക്ഷെ ഇവര് ജീവൻ വെച്ച് കളിച്ചിട്ടില്ല. വാഹനത്തിൽ അത്യാസന്ന നിലയിലുള്ള രോഗി ഉണ്ടെന്നും തടയരുതെന്നും ബിനുവിന്റെ ബന്ധുക്കൾ കേണപേക്ഷിച്ചിട്ടും യൂത്ത് കോൺഗ്രസ്സുകാർ കരുണ കാട്ടിയില്ല. ഒരു കള്ളത്തരം എങ്ങനെ അവതരിപ്പിക്കണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതാ ഈ പത്രം വരിക്കാരാവണം നിങ്ങൾ കേട്ടോ. ദേശാഭിമാനി പത്രത്തിന്റെ പ്രചാരണമാണേ. ഈ നാട്ടിലെല്ലാവരും ദേശാഭിമാനി പത്രം പൈസ കൊടുത്ത് വാങ്ങണം കേട്ടോ. വരിക്കാരാവണം. കാരണം എങ്ങനെ കള്ളത്തരം പറയാം, എങ്ങനെ കള്ളത്തരം അവതരിപ്പിക്കാം, എങ്ങനെ നല്ല രീതിയിൽ കള്ളത്തരം പറയാം, അതും അറിയില്ല കേട്ടോ. നല്ല രീതിയിൽ കള്ളത്തരം പറയാനൊന്നും വളിച്ച കള്ളത്തരങ്ങളെ പറയുള്ളൂ. മറിയക്കുട്ടിയമ്മക്ക് ഏറ്റവും വലിയ പണക്കാരിയാണ് മറിയക്കുട്ടിയമ്മ എന്ന് പറയുന്ന ടീമാണ് കേട്ടോ. പിറ്റേന്ന് ഇത് നടത്തി, ക്ഷമാപണമൊക്കെ നടത്തി. അങ്ങനെ എത്ര കള്ളത്തരങ്ങൾ സാജന്റെ ഭാര്യയെ കുറിച്ചുള്ള നടത്തിയ അപവാദ കഥകളൊക്കെ പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ. വേണ്ട, അതിലേക്കൊന്നും കടക്കണ്ട. എന്നിട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PS അജീഷ് നാഥ്, ജനറൽ സെക്രട്ടറി ലാൽ റോഷൻ, പഞ്ചായത്ത് അംഗം വിഷ്ണു ആനപ്പറ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്രൂരത. ഇവരാണ് ഈ ആംബുലൻസിൽ ഈ രോഗിയെ കയറ്റാൻ സഹായിച്ചിട്ട് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചത്. ഇതും പറയുന്നുണ്ട് ഇന്നത്തെ TV ചാനലുകളിൽ ഈ മരിച്ച ബിനുവിന്റെ ബന്ധുക്കൾ. എന്റെ ദൈവമേ, ഇനിയും ഒരുപാടുണ്ട് ഈ പത്രത്തിന്റെ തോന്നിവാസം. അതുകൂടി പറയാം. ഏതായാലും ഈ വീഡിയോ അന്തം കമ്മികളെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് ഇത് കേൾപ്പിക്കണം കേട്ടോ. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ കേസ് കൊടുക്ക്. ഇത് ഞാനല്ല പറയുന്നത്, ഇത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നതല്ല. ഞാനിതാ കാണിക്കുന്നത് ദേശാഭിമാനി പത്രം കാണിക്കുന്നു. ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക് TV-യില്, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളിൽ മുഴുവനും ഇന്ന് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ആ കുടുംബാംഗങ്ങൾ പറഞ്ഞത് ഈ വാർത്തക്ക് നേരെ എതിരായ കാര്യമാണ്. ഇത് പറയുന്നത് ഒരുപക്ഷെ കോൺഗ്രസ്സുകാരാണെങ്കിൽ നമ്മുടെ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ VD സതീശനോ അങ്ങനെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അവരുടെ ഭാഗം ക്ലിയർ ആക്കിയെന്ന്. അവരൊന്നല്ല പറയുന്നത്. അവരൊന്നും മിണ്ടുന്നില്ല. അവർക്കൊക്കെ പിണറായി വിജയനെയും ഈ അന്തംഗമികളും പേടിയാണല്ലോ. ആരും മിണ്ടുന്നില്ല. പക്ഷെ ആ പാവപ്പെട്ട ആ കുടുംബാംഗങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ആരും തടഞ്ഞിട്ടില്ല. അവരാണ് സഹായിച്ചത്, ആംബുലൻസിൽ കയറ്റാൻ സഹായിച്ചത്. എന്നിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഈ പത്രം യഥാർത്ഥത്തിൽ ഫ്രെയിം ചെയ്ത് വെക്കണേ. എല്ലാ അന്തംഗമികളും ഈ പത്രം ഫ്രെയിം ചെയ്ത് വെക്കണം വീട്ടിൽ. ഏറ്റവും പ്രധാനം ഈ അച്ഛനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്. ഞങ്ങൾ സർക്കാരിനൊപ്പമാണ്, ഇനിയും സർക്കാരിനൊപ്പം തന്നെ. ഒരു 25 ലക്ഷം രൂപ കിട്ടിയാൽ ഇതൊരു സർക്കാരിന്റെ എന്താ പറയാ, സർക്കാരിന്റെ ഒരു വിജയമാണിത് എന്ന് പറഞ്ഞാൽ എന്ത് ക്രൂരത കാണിച്ചാലും നമ്മളെ പൈസ എടുത്തിട്ട്, ഇതൊന്നും പിണറായി വിജയന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്ന പൈസയല്ല. നമ്മുടെ നികുതി പണം എടുത്തിട്ട് ഇത്തരപ്പെട്ട ഈ എന്താ പറയാ കെട്ടുകാര്യസ്ഥത കൊണ്ട് മനുഷ്യന്മാർ മരിക്കുമ്പോ അവരുടെ പോക്കറ്റിൽ നിറച്ചും കാശിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അവരെ കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് പറയിപ്പിക്കുക, ഭീഷണിപ്പെടുത്തിയിട്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഈ പെട്ടെന്ന് ആദ്യ പ്രതികരണത്തിൽ ഈ അച്ഛനെ വളരെ മോശമായി അഭിസംബോധന ചെയ്യേണ്ടി വന്നു. കാരണം ഒറ്റ നോട്ടത്തിൽ അങ്ങനെയാണ്. ഒരു അച്ഛനും അങ്ങനെ പറയാൻ പാടില്ല, ഒരച്ഛനും ഒരമ്മയും അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ഇവര് പറയുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ കരങ്ങൾ, പിന്നിൽ പ്രവർത്തിച്ച ഗൂഢശക്തികൾ, ഇടനിലക്കാർ, അന്തം കമ്മികളുടെ ചാരന്മാർ, ഏജന്റുമാർ, ഇവര് ഈ കുട്ടിയോട് ചെയ്ത ഒരു ക്രൂരത കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതുകൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് ഇന്നലത്തെ പത്രം നോക്കാം. ഇന്നലത്തെ ദേശാഭിമാനി
ഇന്നത്തെ പത്രം ഇവിടെ നിൽക്കട്ടെ. ഇത് ഇന്നലത്തെ ദേശാഭിമാനിയാണേ. ഇന്നലെ ദേശാഭിമാനി. ഈ കുട്ടിയുടെ മിഥുൻ എന്ന് പറയുന്ന കുട്ടിയുടെ മൃതദേഹത്തിനടുത്ത് നിന്ന് അമ്മ പൊട്ടിക്കറിയുന്ന ആ രംഗം എല്ലാ പത്രങ്ങളും ഇന്നലത്തെ എല്ലാ പത്രങ്ങളും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ദേശാഭിമാനിയുടെ ഒന്നാമത്തെ പേജാണ്. കഴിഞ്ഞ ദിവസം ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ വിലപിക്കുന്ന അമ്മ സുജയും സഹോദരൻ സുജിനും ബന്ധുക്കളും എന്ന് പറയുന്ന ഒരു വാർത്തയും മിഥുൻ ഇനി കണ്ണീരോർമ്മ എന്ന് പറയുന്ന വാർത്തയുമുണ്ട്. നമ്മൾ കാണുമ്പോൾ വലിയ തെറ്റൊന്നുമില്ല. മിഥുൻ ഇനി കണ്ണീരോർമ്മ ഈ ഒരു 3 പടവും കൊടുത്തിട്ടുണ്ട് ദേശാഭിമാനി. നമുക്ക് മറ്റു പത്രങ്ങൾ ജസ്റ്റ് നോക്കേ. ഇന്നലത്തെ മറ്റു പത്രങ്ങൾ കേരള കൗമുദിയാണ്. കേരള കൗമുദി ഈ അമ്മ വിലപിക്കുന്ന ഒരു വലിയ പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ മാധ്യമവും അതേപോലെ തന്നെ അതിനേക്കാൾ കുറേ കൂടിയും വലിയ ഒരു പടമാണ് കൊടുത്തത്. കൊല്ലം ചാവറ തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുൻ വിട നൽകുന്നു. മാതാവ് സുജ, സഹോദരൻ സുജിൻ സമീപം. ഞാൻ ഈ ഫോട്ടോ വല്ലാതെ കാണിക്കുന്നില്ല, കാരണം യൂട്യൂബ് പ്രശ്നമാക്കും. കാരണം ഇത്തരത്തിലുള്ള മൃതദേഹങ്ങളുടെ ഫോട്ടോസ് ഒന്നും യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതാ മലയാള മനോരമയിൽ ഈ അമ്മയുടെ മുഖം, ഒരുപക്ഷെ മലയാള മനോരമ ഈ അടുത്ത കാലത്ത് ഏറ്റവും നമ്മുടെ ഹൃദയത്തിൽ തൊടുന്നൊരു പടമാണിത്. ആ അമ്മയുടെ ആ കണ്ണുകൾ, ആ മുഖം മാത്രം നമ്മളെ പിടിച്ചുലയ്ക്കും. വിട, ഇത് തോരാ സങ്കടം, വിട പ്രിയ മകനെ എന്നാണ് പറയുന്നത്. മാതൃഭൂമി അതേപോലെ തന്നെ മാതൃഭൂമിയിലുണ്ട്. ഞാനിതൊക്കെ കാണിക്കുന്നത് ഒരു പ്രധാന ഉദ്ദേശത്തിലാണ്. കാരണം അത് നമുക്ക് ദേശാഭിമാനിയിലേക്ക് തന്നെ വരാം. ദേശാഭിമാനി ഈ ഒരു പടത്തിന്റെ ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട്, വാർത്തയുമുണ്ട്. വാർത്ത ജസ്റ്റ് ഒന്ന് വാർത്തയുടെ തുടക്കം ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്: ഷോക്കേറ്റ് മരിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ, ശ്രദ്ധിക്കണേ, വാർത്തയുടെ ഇൻട്രോ ആണ്. ഷോക്കേറ്റ് മരിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഇനി കണ്ണീരോർമ്മ. ഒന്നുകൂടി വായിക്കാം. ഷോക്കേറ്റ് മരിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഇനി കണ്ണീരോർമ്മ. മനസ്സിലായോ നിങ്ങൾക്ക്? ഷോക്കേറ്റ് മരിച്ച സ്കൂളിൽ വെച്ച് അധികൃതരുടെ അനാസ്ഥ മൂലം ഷോക്കേറ്റ് മരിച്ച, അതും വേണ്ട, സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച എന്ന് പോലും ദേശാഭിമാനി എഴുതുന്നില്ല. സ്കൂളിൽ വെച്ച് എന്ന് എഴുതുന്നില്ല. ഷോക്കേറ്റ് മരിച്ചു. ഇത് വായിച്ചാൽ വിചാരിക്കും മിഥുൻ ഷോക്കേറ്റ് മരിച്ചത് വീട്ടിൽ നിന്നാണെന്ന്. ഒരു വാർത്തയെ എങ്ങനെ, അതായത് തങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ആലോചിച്ചുകൊണ്ട്, ഒരു പത്രമാണിത്, ഇതെങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. വളരെ ശ്രദ്ധാപൂർവം ഈ വാർത്തയിൽ ഒരിടത്തും മിഥുൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചത് സ്കൂളിൽ വെച്ചിട്ടാണ്, സ്കൂളിൽ വെച്ച് അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണ് എന്ന് പറയണ്ട. നിങ്ങൾ പോട്ടെ, അത് നിങ്ങൾ രക്ഷിക്കണം. പക്ഷെ സ്കൂളിൽ വെച്ചിട്ട് എന്ന് പറയുന്ന ഒരു വാചകം പോലും ഈ പടത്തിന്റെ ക്യാപ്ഷനിലോ ഈ സ്റ്റോറിയിലോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടം. ആ കുട്ടി മരിച്ചിട്ട് പോലും ആ വാർത്തയിൽ ഇവരുടെ വിചാരം എന്താണെന്ന്, ഈ ഒട്ടക പക്ഷികളൊക്കെ ഉണ്ട് അത്രേ, ഈ ശത്രുക്കൾ വരുമ്പോൾ തല മണ്ണിൽ പൂഴിയിൽ പൂഴ്ത്തിയിടുന്ന പറയുന്നത്, എന്ന് പറഞ്ഞാൽ കണ്ണടച്ചാൽ ഒന്നും കാണില്ല എന്ന രീതിയിൽ. അതായത് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ആൾക്കാർ വിശ്വസിക്കുന്നുള്ളതാണ്. അതായത് സ്കൂളിൽ വെച്ച് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സ്കൂളിൽ വെച്ച അനാസ്ഥ കൊണ്ട് മരിച്ചു എന്നുള്ളത് ആരും വിചാരിക്കില്ല എന്ന രീതിയിലൊരു മൂഢവിശ്വാസം കൊണ്ട് ഇങ്ങനെ എഴുതിയ. മറ്റു പത്രങ്ങൾ എങ്ങനെ എഴുതിയതും കൂടി നമുക്ക് നോക്കാം. ഇതാ കേരള കൗമുദി എഴുതിയെന്താണെന്നറിയോ? പൊന്നെ എങ്ങനെ താങ്ങും, അങ്ങനെയാണ് ക്യാച്ച് ലൈൻ. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ ഭൗതിക ശരീരം, അങ്ങനെയാണ് പറയുന്നത്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച എന്ന് തന്നെയാണ് കേരള കൗമുദി പറയുന്നത്. മാധ്യമം പറയുന്നത് കൊല്ലം ചവറ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന് വിട നൽകുന്ന മാതാവ് സുജ, അങ്ങനെയാണ് പറയുന്നത്. വാർത്തയിലും അങ്ങനെ തന്നെയാണ്. മലയാള മനോരമ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി പടിഞ്ഞാറേ കല്ലട വലിയപാടം മനുഭവനിലെ മിഥുന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ എത്തി. മാതൃഭൂമി തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് വ്യാഴാഴ്ച ഷോക്കേറ്റ് മരിച്ച പടിഞ്ഞാറേ കല്ലട വലിയപാടം കിഴക്ക് മനുഭവനിൽ മിഥുനെ അവസാനമായി കാണാൻ വിദേശ ജോലി ചെയ്യുന്ന അമ്മക്കെത്താനായത് ശനിയാഴ്ച എന്ന് പറഞ്ഞിട്ട് ആ വാർത്ത വരുന്നു. എല്ലാ പത്രങ്ങളും, ഞാനിപ്പം പറഞ്ഞ ഈ 5 പത്രങ്ങളിൽ 4 പത്രങ്ങളും, മാതൃഭൂമിയും മലയാള മനോരമയും മാധ്യമവും കേരള കൗമുദിയും
വാർത്തയില് ഈ തേവലക്കര സ്കൂളിൽ വെച്ച്, ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച മിഥുൻ എന്ന് പറയുമ്പോൾ അന്തംഗമികളുടെ ഈ പത്രം പറയുന്നു ഷോക്കേറ്റ് മരിച്ച സ്കൂൾ എന്നുള്ളത് ഇവരാണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇവരെ വിചാരം സ്കൂൾ ആണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവര് രക്ഷപ്പെട്ടു എന്നാണ് ഇവരുടെ വിചാരം. ഒന്ന് നോക്കണം. ഇനി ഇതിനേക്കാൾ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത, ഇത് എനിക്ക് തോന്നുന്നു ദേശാഭിമാനി മലയാളം, എന്റെ അറിവിൽ മലയാള മനോരമയും മാതൃഭൂമിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അച്ചടിക്കുന്ന പത്രം ദേശാഭിമാനിയാണ് കേട്ടോ. പക്ഷെ ഇതൊരു മനുഷ്യനും വായിക്കുന്നില്ല എന്നുള്ളതാണ്, ഒരു മനുഷ്യനത് വായിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇതിന്റെ മുന്നേ തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു വാർത്ത വരുമായിരുന്നു. ഇതാ ഈ സംഭവം ഉണ്ടായ ആദ്യത്തെ ദിവസം, അതായത് 18-ാം തീയതി എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടന്നതിന്റെ വാർത്ത വന്ന ആ 18-ാം തീയതി കേരളകൗമുദിയാണ്. സ്കൂളിൽ ഇങ്ങനെയാണ് തലക്കെട്ട്: സ്കൂളിൽ വൈദ്യുത ആഘാതം, 13-കാരന് ദാരുണാന്ത്യം, ഷോക്കേറ്റ്, കേരളം, മിഥുന്റെ കുടുംബത്തിന് 5 ലക്ഷം വീട് നൽകും തുടങ്ങിയ വാർത്ത വരുന്നു. ഇതാണ് അന്നത്തെ കേരളകൗമുദി. അന്നത്തെ മാതൃഭൂമി: ഷോക്കിംഗ്, സ്കൂൾ കെട്ടിടത്തോട് ചേർന്നുള്ള വൈദ്യുത കമ്പിയിൽ തട്ടി ഷോക്കേറ്റ്, 8-ാം ക്ലാസ്സുകാരൻ മരിച്ചു. മാധ്യമം: വീഴ്ച എടുത്തത് ജീവൻ, സ്കൂളിൽ ഷോക്കേറ്റ്, വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ആ രീതിയിൽ ഒരു പകുതി പേജോളം മാധ്യമം കൊടുത്തിട്ടുണ്ട്. മലയാള മനോരമ ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. മലയാള മനോരമ ഉള്ളു പൊള്ളുന്നു എന്നുള്ള രീതിയിൽ അതും കൊടുത്തു. ദേശാഭിമാനി: സ്കൂൾ ഷെഡിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. ദേശാഭിമാനി വളരെ വളരെ ആസൂത്രിതമായി ഈ മരിച്ചുപോയ പാവം മോനെ അപഹസിക്കുന്ന ഒരു വാർത്തയാണ് കൊടുത്തത് കേട്ടോ. യഥാർത്ഥത്തിൽ എനിക്കിത് വായിക്കാൻ ശക്തിയില്ല. ഒന്ന് തലക്കെട്ട്: സ്കൂൾ ഷെഡിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. ഒറ്റ നോട്ടത്തിൽ, ഒറ്റ വായനയിൽ സ്കൂൾ ഷെഡിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. ഈ തലക്കെട്ടിന്റെ ഒരു മാജിക് നോക്കണേ. സ്കൂൾ ഷെഡിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. ഈ കുറ്റക്കാരൻ വിദ്യാർത്ഥിയാണ് എന്ന്, വിദ്യാർത്ഥി എങ്ങനെ മരിച്ചു? ഷെഡിന് മുകളിൽ കയറി. കുട്ടി എന്തിന് ഷെഡിന് മുകളിൽ കയറിയപ്പ ഈ നമ്മുടെ ചിഞ്ചുറാണി സുംബ സ്റ്റാർ ചിഞ്ചുറാണി ഉണ്ടല്ലോ, സുംബ ഡാൻസ് കളിക്കുന്ന ചിഞ്ചുറാണി, സുംബ ഡാൻസിന്റെ എന്താ പറയാ ഉപജ്ഞാതാവായ നമ്മുടെ ചിഞ്ചുറാണി മന്ത്രി കൂടി പറഞ്ഞു ആ കുട്ടി എന്തിനാണ് വലിയ കയറിയത്. കുട്ടികളൊക്കെ പറഞ്ഞല്ലോ കയറണ്ടാന്ന്. അവൻ കേറിയിട്ട് നമ്മിമ്മ പിടിച്ചിട്ടല്ലേ എന്ന ആ ധ്വനിയാണ് ഈ തലക്കെട്ടിൽ. സ്കൂൾ ഷെഡിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. ഇനി നിങ്ങൾ ചിലർ വിചാരിക്കും ഞാനിങ്ങനെ വളരെ ദോഷൈകതൃക്കാണ്, ഈ തലക്കെട്ടൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഈ തലക്കെട്ടിന് അങ്ങനെയാണ് ധ്വനി എന്നൊക്കെ പറയുകയാണെന്നൊക്കെ വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ടാവുകയെ. നിങ്ങളുടെ സംശയം തീർത്തു തരാം. നമുക്ക് ഈ വാർത്ത ഒന്ന് വായിക്കാം. ദേശാഭിമാനി എന്ന് പറയുന്ന അതിക്രൂരമായ നമ്മളെ അപഹസിക്കുന്ന ഈ വൃത്തികെട്ട പത്രം അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം. വൃത്തികെട്ട പത്രം, നെറികെട്ട പത്രം. അത് എഴുതിയത്, ശ്രദ്ധിക്കണേ, വായിക്കാൻ പോവാണ്. നമ്മള് പടക്കൊക്കെ പൊട്ടിക്കുമ്പോ അതാ പൊട്ടിക്കാൻ പോവാണ്, വിട്ടു നിൽക്കണം എന്ന് പറയുന്ന പോലെ ഞെട്ടരുത്. ക്ലാസ്സിൽ ചെരുപ്പെറിഞ്ഞ് കളിക്കുന്നതിനിടെ കൂട്ടുകാരന്റെ ചെരുപ്പ് ഷെഡിന് മുകളിൽ തങ്ങി. ഇതെടുക്കാൻ ക്ലാസ്സിൽ നിന്ന് ബെഞ്ചും ഡെസ്കും ചേർത്തിട്ട് അതിൽ കയറി മുകൾ ജനാലയുടെ തടി കൊണ്ടുള്ള മറ ഇളക്കി മാറ്റി. കേട്ടില്ലേ? ഡെസ്കും ചേർത്തിട്ട് അതിൽ കയറി മുകൾ ജനാലയുടെ തടി കൊണ്ടുള്ള മറ ആരീ കുട്ടി മിഥുൻ, മരിച്ചുപോയ മിഥുനെ പറ്റിയിട്ടാ പറയുന്നുട്ടോ. മറ ഇളക്കി മാറ്റി അതിലൂടെ തകര ഷെഡിന് മുകളിലേക്ക് കയറിയപ്പോഴാണ് ഷോക്കേറ്റത്. വെറുതെ പറയല്ല. അതായത് ഈ കുട്ടിയെ വീണ്ടും കുറ്റക്കാരനാക്കുകയാണ്. കുട്ടി എങ്ങനെ കയറിയത്? ഡെസ്കിന്റെ മേലെ ബെഞ്ചിട്ട് അതിന്റെ മേലെ കയറി. ശരി തന്നെ, അങ്ങനെ ആയിരിക്കാം കയറിയത്. എന്നിട്ട് ഒരു കള്ളത്തരം പറയുന്നു. അവിടെ തടി കൊണ്ടുള്ള ഒരു മറ ഇവൻ പൊളിച്ചത്രേ. തടി കൊണ്ടുള്ള മറ പൊളിച്ചിട്ടാണ് ഈ 8-ാം ക്ലാസ്സുകാരൻ എന്ന് പറഞ്ഞാൽ ഇവർ മാനേജ്മെന്റിനെ സംരക്ഷിക്കുകയാണ്. അതായത് ആ സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ തലപ്പത്തിരിക്കുന്ന 3 പേര്, 2 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും, ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അംഗവും, മുൻ MP എന്ന് പറഞ്ഞാൽ 3 ജഗജാല ജില്ലാടികളായ അന്തംഗമികളാണ്. 3 പേരുടെ നിയന്ത്രണത്തിലാണ് മാനേജ്മെന്റ്. ഈ മാനേജ്മെന്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളക്കഥ. ഈ കുട്ടിയെ ഒന്ന് ആലോചിച്ച് നോക്കണം. മരിച്ചുപോയൊരു കുട്ടിയെ
കുറ്റക്കാരനാക്കുകയാണ്. നമ്മൾ വെറുതെ സുംബ ഡാൻസുകാരിയെ നമ്മൾ അധിക്ഷേപിച്ചുകൊണ്ട് കാര്യമില്ല. ചിഞ്ചുറാണി മന്ത്രിയെ നമ്മൾ അധിക്ഷേപിച്ചിട്ട് കാര്യമില്ല. പാവം ചിഞ്ചുറാണി മന്ത്രി സുംബ ഡാൻസുകാരി അങ്ങനെ പറഞ്ഞു പോയത് ഇതൊക്കെ വായിച്ചിട്ടേയിരിക്കും. ഒരിക്കൽ കൂടി നിങ്ങൾ കേൾക്കണം. ക്ലാസ്സിൽ ചെരുപ്പെറിഞ്ഞ് കളിക്കുന്നതിനിടെ കൂട്ടുകാരന്റെ ചെരുപ്പ് ഷെഡിന് മുകളിൽ തങ്ങി. ഇതെടുക്കാൻ ക്ലാസ്സിൽ നിന്ന് ബെഞ്ചും ഡെസ്കും ചേർത്തിട്ട് അതിൽ കയറി. മുകൾ ജനാലയുടെ തടി കൊണ്ടുള്ള മറ ഇളക്കി മാറ്റി അതിലൂടെ തകര ഷെഡിന് മുകളിലേക്ക് കയറിയപ്പോഴാണ് ഷോക്കേറ്റത്. എപ്പോഴാണ് ഷോക്കേറ്റത്? ഇവൻ തടി കൊണ്ടുള്ള മറ ഇളക്കി മാറ്റി അപ്പോഴാണ് ഷോക്കേറ്റത്. യഥാർത്ഥത്തിൽ ഷോക്കേൽക്കില്ല. അവിടെ തടി കൊണ്ടുള്ള മറയുണ്ട്. കുട്ടികൾക്ക് ആർക്കും അങ്ങോട്ട് പറയാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. കോടതിയിൽ കേസ് വരുമ്പോ മാനേജ്മെന്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അധമപത്രം കറപ്പാണ് തൊടാൻ പറയുന്ന കള്ളക്കഥ. അന്നിറങ്ങിയ മറ്റു പത്രങ്ങള് ഈ മറ പൊളിച്ചു എന്നുള്ള ഇവരുടെ കള്ളക്കഥയുണ്ടല്ലോ. എങ്ങനെയാ മനോരമ എഴുതിയെന്നാണെന്നറിയോ? ഇതെടുക്കാൻ ക്ലാസ്സിൽ നിന്ന് ഭിത്തിയുടെ മുകളിൽ മറ പൊളിഞ്ഞു കിടന്ന ഭാഗത്തുകൂടി, മലയാള മനോരമയുടെ വാർത്തയാണ്. ആ ചെരുപ്പെടുക്കാൻ ഭിത്തിയുടെ മുകളിൽ മറ പൊളിഞ്ഞു കിടന്ന ഭാഗത്തുകൂടി മിഥുൻ ഷെഡിന് മുകളിലേക്ക് ഇറങ്ങി എന്നാ പറയുന്നത്. മറ പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. പൊളിഞ്ഞു കിടക്കുന്ന ആ ഭാഗത്തു കൂടിയാണ് കയറിയത്. ദേശാഭിമാനി പറയുന്നു ഇവനാണ് മറ പൊളിച്ചത്, ഈ മിഥുനാണ് മറ പൊളിച്ചത് എന്ന് പറയുന്നു ദേശാഭിമാനി. ഇനി മനോരമ ആയതുകൊണ്ട് മനോരമ ഈ എന്താ പറയാ, ഈ അന്തംഗമികൾക്ക് എതിരാണ് എന്ന് പറയല്ലോ. നമുക്ക് മാധ്യമം എടുക്കാം. മാധ്യമം പറയുന്നത് ക്ലാസ് മുറിയിൽ ഡെസ്ക് ഇട്ട് ഭിത്തിയിൽ പിടിച്ച് മുകളിലെ വിടവിലൂടെ ഇരുമ്പ് ഷീറ്റ് പാകിയ സൈക്കിൾ ഷെഡിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി ചെരുപ്പെടുക്കാനായി നടന്നു നീങ്ങുന്നതിനിടെ വഴുതി വീണപ്പോൾ താഴ്ന്നു കിടന്ന വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു എന്ന് മാധ്യമവും കൃത്യമായി അവിടെ എന്താ സംഭവിച്ചത്, മറ പൊളിച്ചിട്ടല്ല കയറിയതെന്ന് മാധ്യമവും പറയുന്നു. മാതൃഭൂമി കൂട്ടുകാർക്കൊപ്പം ക്ലാസ്സിൽ ചെരുപ്പ് തട്ടിക്കളിക്കുകയായിരുന്നു മിഥുൻ. ചെരുപ്പ് തെറിച്ച് ക്ലാസ്സിന് പിന്നിലെ ഷെഡിന്റെ മേൽക്കൂരയിലേക്ക് വീണു. ക്ലാസുകൾ തമ്മിൽ വേർതിരിക്കുന്ന തടി കൊണ്ടുള്ള സ്ക്രീനിന് മുകളിൽ ചവിട്ടി ഭിത്തിയിൽ കയറിയ മിഥുൻ അതുവഴി ഷെഡിന്റെ മേൽക്കൂരയിലെത്തി. പൊളിച്ചിട്ടില്ല. കേരള കൗമുദി ഇതെടുക്കാനായി ഷെഡിന് മുകളിൽ കസേരയിട്ട് മിഥുൻ അരഭിത്തിക്ക് മുകളിലുള്ള തടിപ്പാളികൾക്കിടയിലൂടെ ഷെഡിന് മുകളിലേക്ക് ഇറങ്ങി. അവിടെയും പൊളിച്ചിട്ടില്ല. ഈ പത്രങ്ങളൊന്നും കാണാത്തൊരു കാര്യമാണ് ദേശാഭിമാനി ഉണ്ടാക്കി പറഞ്ഞത്. മിഥുൻ എന്ന് പറയുന്ന കുട്ടി ആ ഷെഡിന്റെ മുകളിലേക്ക് കയറിയത് തടി കൊണ്ടുള്ള ആ ഭിത്തി ഇടിച്ച് നിരപ്പാക്കിയിട്ട് ബുൾഡോസറൊക്കെ കൊണ്ടുവന്നിട്ട് ഈ കുട്ടി അതാണ്ട് ഇടിച്ച് നിരപ്പാക്കിയിട്ടാണ് ഇവനോട് കയറിയത്. പിന്നെ ഷോക്കേറ്റ് മരിക്കണ്ടേ? അല്ലാതെ ഞങ്ങളെ KSEBയുടെ കുറ്റമാണോ? ഞങ്ങളെ KSEBയുടെ ആ ലൈൻ ഇങ്ങനെ 88 സെന്റിമീറ്റർ മാത്രം ഉയരത്തുള്ളൂ, ഇങ്ങനെ കടന്നു പോകും. ഞങ്ങളെ മാനേജ്മെന്റ് എന്നൊക്കെ അറിയാം. പക്ഷെ ഈ കുട്ടി എന്തിനു മറ പൊളിച്ച് കയറി? അപ്പോൾ തെറ്റാർക്കാണ്? അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന ഇതാണ്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം തേവലക്കര സ്കൂളിൽ സംഭവിച്ചതിന്റെ ഏറ്റവും പ്രധാന ഉത്തരവാദി ആരാണ്? മിഥുൻ എന്ന് പറയുന്ന കുട്ടി. കാരണം മിഥുൻ എന്ന് പറയുന്ന കുട്ടി മറ പൊളിച്ചിട്ടാണ് കയറിയത്. വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇതിന്റെ പ്രധാന പ്രതി ഈ മിഥുനാണ്. അപ്പോഴും ഞാൻ ഇന്നത്തെ പത്രത്തിൽ കാണിച്ച പോലെ മിഥുന്റെ അച്ഛനും അമ്മയും പറയും ഞങ്ങൾ ആർക്കൊപ്പമാണ്? ഞങ്ങൾ പിണറായിക്കൊപ്പമാണ്, ഞങ്ങൾ ശിവൻകുട്ടിക്കൊപ്പമാണ്, ഞങ്ങൾ കൃഷ്ണൻകുട്ടിക്കൊപ്പമാണ്, ഞങ്ങളുടെ മകൻ മരിച്ചോട്ടെ, പക്ഷേ ഞങ്ങളുടെ പോക്കറ്റിൽ പിണറായി വിജയൻ ഇട്ടു തന്ന 25 ലക്ഷം രൂപയുണ്ട്, അല്ലെങ്കിൽ 30 ലക്ഷം രൂപയുണ്ട്, ഞങ്ങൾക്കത് മതി എന്ന് ആ പാവപ്പെട്ട, ഞാൻ വീണ്ടും പറയുന്നു, ആ പാവപ്പെട്ട അച്ഛനും അമ്മയും അങ്ങനെ പറയില്ല. അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പറയിപ്പിച്ചതല്ലെങ്കിൽ പറഞ്ഞു എന്ന പേരിൽ കള്ളക്കഥ എഴുതിയുണ്ടാക്കിയതാണ്. ഇതാണ് കൂട്ടരെ ദേശാഭിമാനി. പറയാൻ വിഷമമുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ വാർത്തകൾ വളച്ചൊടിക്കാറുണ്ട്, വാർത്തകളില് തെറ്റുകൾ വരാറുണ്ട്. ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണാറും ഇതൊക്കെ വളരെ സ്വാഭാവികമായി നടന്നു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ പച്ച കള്ളം എഴുതുക, ആനക്കള്ളം എഴുതുക, മരിച്ചുപോയൊരു കുട്ടിയെ ഇങ്ങനെ പ്രതിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് പേര് ക്രൂരത എന്നൊന്നുമല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ മറ്റോടത്തിൽ പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്കേണ്ട കേസാണ് കേട്ടോ. അതിനേക്കാൾ ഉപരി ഒന്നും ചെയ്യാനില്ല. വിഷമാണിത്. അപ്പം ഗോവിന്ദൻ എന്തൊക്കെ പറഞ്ഞാലും
ഇതാണ് സത്യം. ഇത് വായിച്ചില്ലെങ്കിൽ ഒന്നും നേരെയാവില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് അന്തം കമ്മികൾക്ക് സാധാരണ ചാണകസംഖികൾ എന്നൊക്കെയാണല്ലോ എളുപ്പമാനില്ലാതെ ഈ ചാണകസംഖി എന്ന് ആരെയും എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ വിളിക്കുക ചാണകസംഖി എന്നാണ്. ചാണകസംഖി അതേപോലെ തന്നെ തിരിച്ചു വിളിക്കാം, തീട്ടക്കമ്മി എന്ന് വിളിക്കാം. തീട്ടക്കമ്മി എന്ന് തന്നെ വിളിക്കണം ഇമ്മാതിരി അന്തം കമ്മികളെ. കാരണം പിണറായി വിജയന്റെ അമേദ്യ 4 നേരെയും ഉരുട്ടി വീഴുന്ന ഈ അന്തം കമ്മികള് ഈ നെറികെട്ട വസ്തുവാണ് വായിക്കുന്നത്. എങ്ങനെ ഗുണം പിടിക്കും? മതി, ഇന്നത്തേക്ക് ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ അന്തം കമ്മികൾക്കും നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.